ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. കോവയ്ക്കൊണ്ട് നല്ല സ്വാദുള്ള മെഴുകുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോണേ. ചോറിനും ചപ്പാത്തിക്കും പറ്റിയ കോമ്പിനേഷനാണ്. കോവയ്ക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1/4 കിലോ കോവയ്ക്കാണിത്. ഇതുകൊണ്ടാണ് മെഴുകുവരട്ടി ഉണ്ടാക്കാൻ പോണേ. ഇത് നുറുക്കിയെടുക്കുക ആദ്യം. ഇങ്ങനെ നീളത്തിൽ കീറി പകുതിയാക്കിയിട്ട് വലിപ്പത്തിനനുസരിച്ച് 1-2 പീസസും കൂടിയാക്കാം. അപ്പോൾ മുഴുവൻ നുറുക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ. ചിലത് പഴുത്തിട്ടുണ്ട്, അത് ചേർത്താലും സ്വാദിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇത്ര കനത്തിലാണ് നുറുക്കിയെടുത്തേക്കണേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കോവയ്ക്ക 1/4 കിലോ നുറുക്കിയത്, സബോളയും നീളത്തിൽ നുറുക്കിയിട്ടുണ്ട്. തീരെ കനം കുറയേണ്ട, വല്ലാണ്ട് കട്ടിയാവണ്ട എന്നുള്ള രീതിയിൽ നുറുക്കി. കറിവേപ്പില 2 തണ്ട്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി, ഒരു 1.5 ഇഞ്ച് പീസാണ്. 6 അല്ലി വെളുത്തുള്ളി ഒന്ന് നുറുക്കിയെടുത്തു. ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചു. ഇനി മസാല ഉണ്ടാക്കാം. 1 ഹീപ്പ് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കഷ്ടി 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി എടുക്കാം. നടുവിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എല്ലാം നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ കുരുമുളക് പൊടിയാണ് എരിവിന് വേണ്ടി ചേർത്തേക്കണേ. ഈ കഷ്ണങ്ങളും മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ചേർക്കണം. വല്ലാണ്ട് കുഴയ്ക്കണ പോലെ വേണ്ട, ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ആദ്യം കോവയ്ക്ക് നുറുക്കി ഇങ്ങനെ മസാല പിടിപ്പിച്ച് വെച്ചിട്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും സബോളയൊക്കെ നുറുക്കാൻ നിന്നാൽ ആ സമയത്ത് ഇതിങ്ങനെ മാരിനേറ്റ് ആയിട്ടിരുന്നോളും. ഒരു 20-30 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. ചിലരിത് നുറുക്കിയിട്ട് കഴുകാറുണ്ട്, ഇതിലിങ്ങനെ വലിഞ്ഞു വരുന്ന ലിക്വിഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം മുഴുവൻ പോവും. നുറുക്കണതിന് മുമ്പ് കഴുകിയിട്ട് ഇങ്ങനെ മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നല്ല സ്വാദും ഗുണം ഉണ്ടാവും. നുറുക്കിയിട്ട് കഴുകാൻ പാടില്ല. വെന്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കി ആയിട്ടുള്ള വെള്ളമായി ഒന്നും ഉണ്ടാവില്ല. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് മസാല പിടിക്കട്ടെ. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിൽ ഒഴിക്കാം. നോൺ സ്റ്റിക്ക് അല്ലാണ്ട് ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുക്കണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി എണ്ണ ഒഴിക്കേണ്ടി വരും. വെള്ളമൊട്ടും ചേർക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇഞ്ചി കഷ്ണങ്ങൾ ഒന്ന് മൂപ്പിക്കാം. വെളുത്തുള്ളി നുറുക്കിയത് ഒന്ന് വെന്താൽ മതി, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. സബോള നുറുക്കിയത്, കറിവേപ്പില. ഇനി വഴറ്റണം, പച്ചമണം മാറിക്കിട്ടണം. ഇത് വെന്തു തുടങ്ങുമ്പോൾ തന്നെ കോവയ്ക്ക് ചേർക്കാം. ഇപ്പോൾ പാകത്തിനായി, എല്ലാം നല്ലോണം ചൂടായി. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് ഒന്ന് ചൂടാക്കാം. മഞ്ഞൾപ്പൊടി കോവയ്ക്കയിൽ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനി കോവയ്ക്ക മസാലയിൽ പുരട്ടി വെച്ചത് ചേർക്കാം. കോവയ്ക്കന്ന് ജലാംശം ഇറങ്ങി ആവിയിൽ വെന്തു വരണം. ചെറിയ തീയിൽ വേവിച്ചാൽ മതി, എന്നാലാണ് കൂടുതൽ സ്വാദ്. മാത്രമല്ല നല്ല ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ ആകെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്തേക്കണേ. ആദ്യം മസാലയിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്തു, പിന്നെ സബോള വഴറ്റണ സമയത്ത് 2 ടേബിൾ സ്പൂൺ കൂടി. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആവിയിലാണ് വെന്ത് വരേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കോവയ്ക്ക് തിരിച്ചും മറിച്ചു വിടണം. പകുതി മുക്കാലും കുക്കായി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ വെന്താൽ മതി. അടച്ചെന്നിരിക്കട്ടെ. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നല്ലോണം വെന്തു, സോഫ്റ്റായി. മസാലയൊക്കെ നല്ലോണം കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ചൂട് കഞ്ഞിയുടെ ഒപ്പം നല്ലതാണിത്. ഇത്രയേ ഉള്ളൂ, കോവയ്ക്ക് മെഴുകുവരട്ടി റെഡിയായി കഴിഞ്ഞു. ചീനച്ചട്ടിയിലാണെങ്കിൽ ഒന്ന് പരത്തിയിട്ട് വീണ്ടും ആ ചൂടിൽ തന്നെ വെച്ചാൽ മുരിഞ്ഞു വരും നല്ലോണം. ഇനി ഓഫ് ചെയ്യാം. നല്ല സ്വാദുള്ള കോവയ്ക്ക് മെഴുകുവരട്ടി. കോവയ്ക്ക് പൊതുവെ ഇഷ്ടമില്ലാത്തവർക്കും ഈ മെഴുകുവരട്ടി നല്ല ഇഷ്ടമാകും. വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ഓടത്തെ കിച്ചൻ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.